Sunny, this is your room. All the best. Yes, come in. Sit down. A case of psychosis related to profession. സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. 3 കൊല്ലം ഇവിടെ. Silence. അടിച്ച് രണ്ടിന്റെ തുടപൊട്ടിക്കും ഞാൻ. ഇവിടൊക്കെ കറങ്ങി നടക്കാതെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോടാ. അവന്റെ ഒരു നടത്താം. മിനി. ഡാഡി മമ്മി വന്നു ഡോക്ടർ. കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര നേരം ഇവരോട് പറയുന്നു എന്റെ ഉടുപ്പൊക്കെ ഒന്ന് എടുത്തു തരാൻ. ഒരു ചീപ്പ് വെച്ചിട്ട് തരുന്നില്ല. എന്റെ മുടി കിടക്കുന്നത് കണ്ടോ? നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. എക്സാം എടുത്തപ്പോൾ ഒരു കേസ് ഓഫ് ആങ്സൈറ്റി ന്യൂറോസിസ്. ഞാൻ റെഡിയായി. പോകാം അങ്കിൾ. പോകാം പോകാം പോകാം. കാർ വരട്ടെ. പോകാം മോളെ ഡോക്ടർ ഉണ്ടോ? പോകാം പോകാം പോകാം. She is the pet of this hospital. A case of delusion. ഷേക്സ്പിയറൻ ഡ്രാമയിലെ ഒരു ക്യാരക്ടർ ആണെന്നാണ് വിചാരം. എന്താ പേര്? What? What's your name? My name? Desdemona. ഇതാരാണെന്ന് അറിയാമോ? Othello. Hey. Oh, my dear Othello. The heavens forbid, but that our loves and comforts should increase even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here too much of joy. Oh, Othello. Hey. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ബോംബെക്ക് പുറപ്പെടുന്ന 48-ാം നമ്പർ ജയന്തി ജനതാ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നതാണ്. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. നമ്പർ 48 ജയന്തി ജനതാ എക്സ്പ്രസ് ടു ബോംബെ will be arriving at platform number 2 shortly. മറികടക്ക് ട്രാക്കിൽ കൂടെ നടക്കാതെ. ട്രെയിൻ വരാൻ നേരായി. ഇനി ട്രെയിനെങ്ങാനും വന്നങ്ങിടിച്ച് ചത്താല് അയ്യോ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടാ. സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. കുറെ കാലമായി ഇവിടെ. അതെ, ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. തരുവോ? തരാം. ഇയാളെ പോലെ കള്ളം പറയില്ലല്ലോ? ഇല്ല, വരണം. തീർച്ചയായും. പുതിയ ഡോക്ടറാണല്ലേ? ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. യുവർ ഗുഡ് നെയിം പ്ലീസ്? സണ്ണി ജോസഫ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം ഡോക്ടർ ജയറാം. ഞാനും മെഡിസിന് 10 വർഷം പഠിച്ചതാ. ഡോക്ടർ FIC ആണല്ലേ? അതെ. ഇവിടെ അങ്ങനെ കുഴപ്പക്കാരായ പേഷ്യൻസ് ഒന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്നോ ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരി. ഡോക്ടറെ ഒരു മിനിറ്റ്. സ്നേഹം കൊണ്ട് പറയാണ്, ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ കൂടെ നടക്കണ്ട. അയാളുടെ തലക്ക് വട്ടാ. ചിലപ്പോ പകരും. ഇവിടെ ശരിയാവില്ല. എന്നെ ചൈനയിലേക്ക് അയക്കുവോ? അയക്കാം. നമസ്കാരം സാർ. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. എനിക്കല്പം മനസമാധാനം തരൂ. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. എനിക്കല്പം മനസമാധാനം തരൂ. तब तुम मेरे पास आना प्रिये, मेरा दिल गुला ही रहेगा तुम्हारे लिए. कोई जब तुम्हारा हृदय तोड़ दे, तड़पता हुआ जब कोई छोड़ दे, तब तुम मेरे पास आना प्रिये. मेरा दिल खुला ही रहेगा तुम्हारे लिए. कोई जब तुम्हारा हृदय तोड़ दे, तड़पता हुआ जब कोई छोड़ दे, तब तुम मेरे पास आना प्रिय. എന്റെ ശാലിനിയെ കണ്ടോ? എന്റെ ശാലിനി വരുമോ? വരും. തീർച്ചയായും വരുമോ? തീർച്ചയായും വരും. എപ്പോഴാ വരിക? അയ്യോ
അയ്യോ എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. എ കേസ് ഓഫ് ഹാലുസിനേഷൻ. കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു. പറഞ്ഞുകൂടി കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ കുതിര മുതിര തിന്നുന്നു. അയ്യോ അവൻ വീട്ടിൽ ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തയിൽ നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ, വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രീക്ക് പാഞ്ഞു വരുന്നത്. അവൻ എന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ. മാരിയപ്പന്റെ കുതിര, ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല? പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. എനിമ പോരാ. ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേഷൻ വേണ്ട. എനിമ മതി. ഓപ്പറേറ്റ് ചെയ്യാം. കുതിര ഇവിടെ കിടന്നോട്ടെ. ആ. അയ്യോ ഓപ്പറേഷൻ വേണ്ട. അയ്യോ കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചോരുവേ നക്കുന്നു. ഇക്കിളി ഇക്കിളി. ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? വാ. ഇതാണോ? അല്ല അല്ല, ദാ നിൽക്കുന്നു, കണ്ടോ? അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. ഏയ്, അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇല്ല. ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. ഇല്ല, ഇല്ല. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. അല്ല. എന്നെ കൊണ്ട് ഓടാൻ ഏയ്, പോകുന്നു. ഏയ്, നിക്ക്. ഏയ്, അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ. റിപ്പോർട്ട് കൊടുത്തില്ലേ? അത് മതി. ആ യെസ്. നമസ്കാരം ഡോക്ടർ. ആ മതി. നമസ്കാരം, ഇരിക്കും. താങ്ക്സ്. ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക? ഇവനെയൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. സമയത്തിന് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബാക്കപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രശാന്ത്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ. ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു. ആ മുക്കോമാരെല്ലാം കൂടെ ചേർന്ന് പൊതിരെ തല്ലി. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി. എന്താണ്ടാ മുണ്ടാട്ടം മുട്ടിപ്പോയ എന്റെ മകളെ ഞാൻ വക്കീലാക്കും, ഡോക്ടറാക്കും, കളക്ടറും ആക്കും. ഇതൊന്നും അല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്തേറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതൊക്കെ സഹിക്കാം. ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം. നിന്ന നിൽപ്പിൽ ഉടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും. അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? പോൾരാജ്. നിങ്ങളുടെ പേരല്ല? ഓ, പ്രശാന്തിന്റെ. പ്രശാന്ത്. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ?
അയ്യോ ദേ വെറും പ്രശാന്ത് അല്ല, കെ പ്രശാന്ത്. ഓക്കെ ഓക്കെ ആ നോട്ടെ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല, ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. അയ്യോ അങ്ങനെയല്ല ഡോക്ടർ, 2-3 സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച ഒരു കുറവുമില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്തേ ഒക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, ഞാൻ മരുന്ന് തരാം. കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ, അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ, എത്ര രൂപ മുടക്കാനും തയ്യാറാ. അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്നേ. നീ കിരീടത്തിലെ കീരിക്കാടൻ ജോസിന്റെ അടി കണ്ടിട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണെന്ന്, ആദ്യമേ പറഞ്ഞു. നല്ല അടിയാണോ നിനക്ക്? ഇവരെ കൊണ്ട് ഷോക്ക് കൊടുക്ക്. ഷോക്കൊന്നും വേണ്ട ഡോക്ടർ, അത്രയ്ക്ക് മൂത്തിട്ടില്ല. എന്നെ വിടൂ. ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശു ക്രിസ്തുവാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടിക്കൂ ഡോക്ടർ. പാവം. ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച്. ഡോക്ടർ സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് മാപ്പ് തരണം ഡോക്ടർ. ഈ സില്ലി പ്രശ്നം. ഷോക്ക് വേണ്ട, സെല്ലടക്കേ. അയ്യോ സെല്ല് വേണ്ട ഡോക്ടർ, ജൽവാട് മതി. അതെ സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. വിചാരിക്കുന്ന പോലെ ചികിത്സ അതെ, വളരെ കോംപ്ലിക്കേറ്റാ. നോ 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 നോ, ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ, സെല്ലിൽ തന്നെ അടക്കണം. കൊണ്ടുപോയിക്കോളൂ. അയ്യോ സെല്ല് വേണ്ട, എന്നെ വിടൂ. എന്നെ വിടാൻ സെല്ല് വേണ്ട എനിക്ക്. ഒരു കൂട്ടിന് ഞാനും കൂടെ സെല്ലിൽ കിടന്നോട്ടെ. ഐ സേ ഗെറ്റ് ഔട്ട്. ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്തുള്ള പ്രാന്തായിട്ടില്ല. ചേട്ടാ പടിപ്പടിയായിട്ടില്ലേ പ്രൊമോഷൻ വേണ്ടത്? ആദ്യം ജനറൽ വാർഡ്, പിന്നെ സ്പെഷ്യൽ വാർഡ്, പിന്നെ സെൽ, പിന്നെ ഷോക്ക്. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി. അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ. മുട്ട അടിക്കേണ്ടി വരുമോ? മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാ മതി. കാരണം കാരണം അറിയണോ? വേണ്ട. എന്നെ വിടും. പട്ടണം പാച്ചു. ആണിക്കത്ത് മാധവിയമ്മ, അവര് മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്ന 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മകന്റെ നാളെ ഏതാ? പൂണാർത്ഥം. പുണരുന്ന സ്വഭാവക്കാരനാണ്. മകനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇവിടേക്കുള്ള സംഖ്യ വിചാരിച്ചു 2 അല്ലേ? മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. ഓ ഇറങ്ങി കുട്ടിച്ചാത്ത, ശരീരത്തിറങ്ങാൻ. എന്നെ പിടിയേട്ടാ, എനിക്ക് ജനറൽ വാർഡ് മതി. നീ അകത്ത് നിൽക്കായിരുന്നു. ഇറങ്ങി വേണം. കണ്ണ് തെറ്റിയാ മതി. എന്തിന്? ദൈവം ആക്കരുത്, ദോഷം പറയരുത്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കലക്കൻ. കൊന്നുകളെ ഞാൻ. അവന്റെ ഒരു ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും ജനറൽ വാർഡെന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം ഇപ്പൊ സെല്ലിനകത്തായി. അതെ, നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയതുകൊണ്ടാ. ചില്ലറ ഐഡിയാണോ ഡോക്ടർ ഇടിച്ചത്? നീ അല്ലേ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിനെ കുറച്ച് ഓവറായിട്ട് അഭിനയിക്കാൻ? മമ്മൂട്ടി മോഹൻലാലാണെങ്കിൽ ഡോക്ടർ ഇടിക്കോ? ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം. നീ പേടിക്കാതെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. എടാ, പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു. ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത്? ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ആ യമുന എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിട്ട് വാ. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പൊ ഉറപ്പായി. പോ.
അറ്റൻഡർ തിരക്ക് വന്നതാ. അറ്റൻഡർ അവിടെ എങ്ങനെ കാണും? ഇവിടെ ആണുങ്ങൾക്ക് വരാനേ പാടില്ല. ഇത് ലേഡീസ് വാർഡാ. പൊയ്ക്കോളൂ. നമസ്തേ. എന്താ യമുനെ കണ്ടോ? കണ്ടു. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കുട്ടിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ. പേടിത്തൊണ്ടൻ. നിന്നെ പോലത്തെ വിഡ്ഢികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും. വളരെ കറക്റ്റാ. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചവിട്ടിക്കോടാ. ആശാന്റെ നെഞ്ചത്ത് തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ? ഏത് വകയില്? തണ്ണിക്കണ്ട അമ്പലപ്പറമ്പിൽ മാട്ട നാടകം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ ഇത് പറഞ്ഞോടാ. പ്രഭാകര, ഒരു ജെന്യൂൻ സംശയം ചോദിച്ചോട്ടെ. ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ? ദേ നോക്ക്. നോക്കുമെന്ന് വേണ്ട. വന്ന് നിനക്ക് എന്നെ എന്ത് പറയാമെന്നായിട്ട് ഞാൻ പറയുന്നതല്ലോ, നീ എന്നോട് പറയുന്നതല്ലേ. എടാ, എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറകിടക്കുന്നത് നിന്റെ വിചാരം? ഓ, നിന്റെ ഒരു ഐഡിയ. എടാ, യമുനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ? അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോകുന്നതാണ് എന്റെ പേടി. എടാ കഴിവേറി, നിന്റെ കൊനസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ ഇതിനകത്തൊന്ന് പെട്ടത്. എനിക്കെന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കൊള്ളാം. യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം. എന്താ പോരെ? അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? പിണങ്ങിയ അങ്ങനെ വഴിക്കുവാ. അത് നീ കലക്കി കൈതാ. അയ്യാ